അങ്ങനെ തന്നെ മുമ്പോട്ട് ഇനിയും പോണം. സുബി അവിടെ ഉണ്ട് നാഥനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കുകയും ചെയ്യരുത്. പ്രത്യേകിച്ച് ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉറപ്പായിട്ട് നിങ്ങൾ ഉത്തരം തരണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം. ഞാൻ ചോദിക്കുക. ഏതായാലും വിഷയത്തിലോട്ട് നേരെ വരാം. സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ പുരുഷന്മാരെക്കാളും എന്തുകൊണ്ടും ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളൊരു കേസാണ്. പല വീഡിയോസും ഇട്ട് വൈറലാവാത്ത സ്ത്രീകൾക്ക് ചെറുതായിട്ടൊന്ന് എക്സ്പോസീവോ ഫോട്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് കാണിക്കുകയും ചെറിയ ഹോട്ട് കണ്ടന്റ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സ്ത്രീകളുടെ ചാനൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ അക്കൗണ്ട് വൈറലാകും. അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എക്സ്പോസീവായിട്ട് കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുടെ അക്കൗണ്ട് റീച്ചിലോട്ട് പോകുന്നുണ്ട്. അത് യൂട്യൂബിൽ എടുക്കുകയാണെങ്കിൽ മെമ്പർഷിപ്പ് ഓളികളായിട്ടുള്ള കുറെ എണ്ണമുണ്ട്. നിശാന വ്ളോഗ്സ്, പിന്നെ അങ്ങനെ അഞ്ജിത നായർ, അങ്ങനത്തെ കുറെ ടീമുകളുണ്ട്. അങ്ങനെ ഉള്ള ടീമുകൾ ആ ഒരു രീതിയിൽ യൂട്യൂബിൽ റീച്ച് ആകുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണെങ്കിൽ അവിടെ ഇതിന്റെ പൂര വിളയാട്ടമാണ്. ഇതുപോലത്തെ എക്സ്പോസീവ് കണ്ടന്റുകൾ ചെയ്ത് വൈറലാവുന്ന ഒരുപാട് സ്ത്രീകൾ അവിടെയും ഉണ്ട്. എന്നാൽ മാന്യമായി വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കി നോക്കും, ഒരു പട്ടിയും കാണത്തില്ല. അതാണ് അതിന്റെ വേറൊരു വാസ്തവം. മറിച്ച് ഇതുപോലത്തെ മസാല സാധനം കയറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ റീച്ചിലോട്ട് നേരെ അങ്ങ് പോകും. കൊല്ലം സുധിയുടെ വൈഫ് രേണു സുധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും ചെയ്തിട്ടുണ്ട്. എന്നാൽ റീസെന്റ് ഞാനൊരു പോസ്റ്റ് കാണാൻ ഇടയുണ്ടായി. ഞാനൊന്ന് വായിക്കാം. തന്റെ അഭിനയ ജീവിതത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് ചുവട് വയ്ക്കുകയാണ് രേണു സുധി. ആശംസകൾ ചേച്ചി. വിമർശിക്കുന്നവർ അത് ചെയ്തുകൊണ്ടിരിക്കും. ചേച്ചി മുന്നോട്ട് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു കാര്യം പേഴ്സണലി ചോദിക്കുക, എല്ലാവരുടെ കൂടിയാ. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് നമ്മുടെ അമ്മ, ഭാര്യ, പെങ്ങൾ, ഇതൊക്കെയാണ് സ്ത്രീ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓടി വരുന്നത്. എന്റെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത് എന്റെ അമ്മ തന്നെയാണ്. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ക്വാളിറ്റി എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്നുമുണ്ട്, അല്ലെ? ഇവിടെ രേണു സുധി മാത്രമാണോ ഇങ്ങനത്തെ ഹോട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്ന, റീൽസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരിക്കലുമല്ല. രേണു സുധിക്ക് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതെല്ലാം തീരുമാനിക്കാനുള്ള റൈറ്റ്സ് സ്വന്തമായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. നിളാ നമ്പ്യാറിന്റെ ഉണ്ട്, എസ്മയുണ്ട്, അങ്ങനെ ഒരുപാട് സീരീസും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. ഞാൻ ഒരിക്കലും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് എല്ലാവരും പോൺ വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് അത് കാണുന്നതുമാണ്, എല്ലാവരും കണ്ടിട്ടുള്ളവരുമാണ്. ഇവിടുത്തെ മലയാളികളുടെ ഒരു സെക്ഷൽ ദാരിദ്ര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അതിനെ മുതലാക്കുന്ന രീതിയിൽ ഇവിടെ കുറെ സീരീസും കാര്യങ്ങൾ ഇറങ്ങാറുണ്ട്. ഈ വെബ് സീരീസുകളും അങ്ങനത്തെ ഹോട്ടും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇറക്കുന്ന ഒരുപാട് സീരീസ് ഉണ്ട്. അതൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. അതുപോലെ യൂട്യൂബ് ഫീൽഡിൽ എടുക്കുകയാണെങ്കിൽ മെമ്പർഷിപ്പ് ലൈവ്, രാത്രി 10 മണിക്ക് ശേഷം വാ ചേച്ചി കുളിക്കുന്ന കാണാം, ചേച്ചി ചിരക്കുന്ന കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന കുറെ ടീംസ് ഉണ്ട്. അതിനൊന്നും ഞാൻ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് എക്സ്പോസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. പിന്നെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ് എന്ന് തന്നെ ഞാൻ പറയും. എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ല ഞാനിപ്പോ എന്ത് പറയാം. എന്നാലും സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വരുമ്പോൾ എടുത്ത് അഭിപ്രായം പറയാനുള്ള എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ രേണു സുധി ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടുന്നതിന്റെ മുഖ്യ കാരണം രേണു സുധി തന്നെയാണ് ചോദിച്ചു വാങ്ങുന്നത്. ഞാൻ നെഗറ്റീവിലൂടെ റീച്ച് വാങ്ങാൻ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ രേണു സുധി തന്നെ പറഞ്ഞിട്ടുണ്ട് പലവട്ടം പല വീഡിയോസിൽ. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, നെഗറ്റീവായിട്ട് കിട്ടുന്ന റീച്ച് താൽക്കാലികം മാത്രമാണ്. അത് മനസ്സിലാക്കുക. സ്ത്രീകളായ നിങ്ങളോട് പറയാനുള്ള, അത് രേണു സുധി ആയാലും ആരായാലും നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോട്ട് ആൻഡ് സ്പൈസി സാധനം ചെയ്യാതെ മാന്യമായ റീൽസ്, മാന്യമായ ഫോട്ടോഷൂട്ട് നടത്തി റീച്ച് ഉണ്ടാക്കാൻ പറ്റില്ലേ? അങ്ങനെ റീച്ച് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്വാളിറ്റി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന. സ്വന്തം ശരീരത്തിൽ മറച്ചു വയ്ക്കേണ്ട ശരീരഭാഗങ്ങളെ എക്സ്പോസ് ചെയ്ത് സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് നിറഞ്ഞ അല്ലെങ്കിൽ സെക്ഷൽ ദാരിദ്ര്യം നിറഞ്ഞ കുറെ നാറികളെ സുഖിപ്പിക്കാനും സുഖപ്പെടുത്താനും വേണ്ടി കുറെ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും ഇറക്കി അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇറക്കാതെ അന്തസ്സായിട്ട് നല്ലോണം നല്ല ഫോട്ടോഷൂട്ട് നടത്തി എന്തുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾക്ക് മുന്നോട്ട് വന്നുകൂടാ? ഇതെന്റെ ഒരു മാന്യമായൊരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലവട്ടം ചിന്തിച്ചു. ഡ്രസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ അവരെങ്ങനെ ധരിച്ചാലും എന്ത് ഇട്ടാലും ഇടാതെ വന്നാലും നമുക്ക് കൈകടത്തേണ്ട കാര്യമില്ല എന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ വിവരമില്ലായ്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ ഇപ്പോഴങ്ങനല്ല സംസാരിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല കാര്യങ്ങളും പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തും പലതൊക്കെയാണ് നമുക്ക് ഓരോ പാഠങ്ങളും പല ആൾക്കാരുടെ അഭിപ്രായം പറയുമ്പോഴുമാണ് നമുക്ക് ഓരോന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളോട് മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം തന്നെയാണ് ഇത്. സ്ത്രീകൾക്ക് റീച്ച് ഉണ്ടാക്കാൻ ശരീരം കാണിക്കണം എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഒരിക്കലും ശരീരം കാണിക്കാതെ നിങ്ങൾ റീച്ച് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഓരോ ഞരമ്പന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് സെക്ഷൽ സാധനങ്ങൾ മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. വേണ്ട, എന്തിനാ?
പിന്നെ രേണുസുതി ദാസേട്ടനായിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് റീലായിട്ട് കാണാൻ തന്നെയാണ് ഞാനും പറയുന്നത്. സിനിമയായിട്ട് കാണണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ രേണുവിന്റെ കേസ് വരുമ്പോൾ ഒരുപാട് അമ്മമാര് വിമർശിക്കുന്നതിന്റെ റീസൺ തന്നെ രേണുവിനെ അവർക്ക് ഈ തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് വരെ രേണു പോകുന്നത് വേറൊരു ട്രാക്ക് പിടിച്ചാണെന്നുള്ള കാര്യം തന്നെയാണ് ഓരോ വീഡിയോസിൽ നിന്ന് ദിനം പ്രതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ഞരമ്പന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ വീഡിയോ പോലെ രേണുവിന്റെ ഓരോ ഫോട്ടോഷൂട്ടും അല്ലെങ്കിൽ ഓരോ റീൽസും മാറുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാന്യമായിട്ടുള്ള വീഡിയോസ് ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങളെ കൂടെയുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങളെ മുതലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ചതിക്കുഴിയിൽ വീണ് ജീവിതം നശിപ്പിച്ച് കളയരുത്. ഇന്ന് കൂടെ നിൽക്കുന്ന ആരും നിങ്ങളെ കൂടെ നാളെ ഉണ്ടാവണമെന്നില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ഇവരെല്ലാവരും ഇട്ടിട്ട് പോകുമ്പോൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അന്ന് നിങ്ങളുടെ ഇതുപോലത്തെ ഫോട്ടോഷൂട്ടും ഇതുപോലത്തെ വീഡിയോസും കാണുന്നത് കൊണ്ട് ഒരു ജനങ്ങൾ പോലും നിങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തൊരു അവസ്ഥയിലോട്ട് ഉണ്ടാവും. എന്തായാലും അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്, താല്പര്യമാണ്, എന്ത് ചെയ്യണം ഏത് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു പോകുന്നു. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് രേണു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, റീൽ ഞാനൊന്ന് കൊടുക്കാം. അരിഞ്ഞാണൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. എന്തുപാടാ കാണിക്കുന്നത് വൈറലാവാൻ വേണ്ടിയിട്ട്. സ്വന്തം ശരീരഭാഗങ്ങളെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാട്ടുകാർക്ക് കാണാൻ വെച്ചുകൊണ്ട് കാഴ്ച വെച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ നിലപാടിന്റെ പ്രശ്നമാവും. ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഒരു അമ്മാവനായിട്ട് കണ്ടു കഴിഞ്ഞാലും നെവർ മൈൻഡ്. കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം, എന്നിട്ട് സുരേഷ് ഗോപി പറഞ്ഞതിലോട്ട് നമുക്ക് പോവാം. ഭർത്താവില്ലാത്തവരൊക്കെ പിന്നെ തുണി അഴിക്കാൻ നിൽക്കുവല്ലേ പോടി. ഇവൾക്ക് ആദ്യം ഒരു വീട് വേണമായിരുന്നു, അത് കിട്ടി. കുറച്ച് കാശും കൂടി കിട്ടി. മക്കളുടെ പഠനവും സഹായത്താൽ കിട്ടി. ഇനി ഇവൾക്ക് നോ ടെൻഷൻ, അതുകൊണ്ട് എൻജോയ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആൾക്കാർ കമന്റ് ചെയ്യുന്നതാ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? സുധിയുടെ പേര് പോയി. കാണാനിരിക്കുന്നതേ ഉള്ളൂ, വെയിറ്റിംഗ്. അതായത് ഇതൊന്നുമല്ല, ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ വരും കുറെ എണ്ണങ്ങൾ. ചേച്ചി അവർക്ക് ചിലവിന് കൊടുക്കുമോ എന്ന് ചോദിച്ചോണ്ട് അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അത് ശരിയാണ്, കുറെ പേര് വരും ഇവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചിലവിന് കൊടുക്കുമെന്ന്. മക്കളെ വളർത്താനും സ്വയം ജീവിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടും ഇങ്ങനത്തെ വീഡിയോസും ചെയ്ത് തന്നെ റീച്ച് ഉണ്ടാക്കണം. അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നാട്ടുകാരോട് പറയിപ്പിക്കുന്ന രീതിയിൽ വേഷം ധരിച്ച് ആണോ മക്കളെ വളർത്തേണ്ടത്, സ്വയം ജീവിക്കേണ്ടത്? എത്രയോ അമ്മമാര് ഭർത്താവില്ലാതെ മക്കളെ വളർത്തുന്നുണ്ട്, നല്ല അന്തസ്സായിട്ട് പണിയെടുത്തിട്ട്. ഇവരും നാടകത്തിലും സീരിയലിലും എന്തൊക്കെ അഭിനയിക്കുന്നു, പിന്നെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. ഈ ചെയ്യുന്നതൊക്കെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള ചെയ്താൽ പോരെ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അഭിനയിച്ചോട്ടെ, അതൊക്കെ അവനവന്റെ ചോയ്സാണ്. ബട്ട് ഡ്രസ്സിങ് മോശമായി വരുന്നു, അതൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും തീർച്ചയായിട്ടും. ഇതേ സ്ഥാനത്ത് രേണു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വ്ളോഗും കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു സപ്പോർട്ടായിട്ട് നിന്ന ആൾക്കാർ നിങ്ങളെ ഇന്നും സപ്പോർട്ട് ചെയ്തേനെ. ഉള്ള കാര്യം ഞാൻ പറയാം. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാമായിരുന്നു. മറിച്ച് ഇതൊന്നും ഒരു ഫെയർ സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി മറ്റൊരു വീഡിയോ കൊടുക്കാം. അതായത് സുരേഷ് ഗോപി അന്ന് കൊല്ലം സുധി മരിച്ച സമയത്ത് രേണുവിന് സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വോയിസ് ആണ്, കൊടുക്കാം. അങ്ങനെ തന്നെ മുമ്പോട്ട് ഇനിയും പോണം. സുധി അവിടെ ഉണ്ട് നാഥനായിട്ട് വിചാരിക്കണം കേട്ടോ. അതൊന്ന് വെട്ടിച്ചുരുക്കി ഒരു വീടിനുള്ള കാശ് അങ്ങനെ ഒരു ആവശ്യമുള്ള ഒരുപക്ഷെ നമ്മൾ അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ നല്ല ഒരു തൊഴിലിൽ വരുമാനത്തോടെ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീക്കും അവര് കൊടുത്ത കുഞ്ഞുങ്ങൾക്കും ഒക്കെ താങ്ങായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്താണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഒരുപക്ഷെ പുറം ലോകത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിനകത്ത് ഒരു കലാകാര കുടുംബത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ആത്മാവിനെങ്കിലും സന്തോഷം പകരുന്ന രീതിയിൽ വലിയൊരു സമൂഹം മുന്നോട്ട് വന്ന് ഇത് സാധ്യമാക്കിയെങ്കിൽ എല്ലാവരെയും തല വണങ്ങി നമസ്കരിക്കാൻ മാത്രമേ ഹൃദയം അനുവദിക്കൂ. ഇത് ലോകത്തിന് തന്നെ, കലാകാരന്മാരുടെ ലോകത്തിനല്ല, കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകമുണ്ട്. അവർക്കെല്ലാം വലിയ ഒരു സന്ദേശവും വലിയ ഹൃദ്യമായ ഒരു നടപടിയുടെ പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്നത്. സുധിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം എല്ലാവരുടെ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇത് വളർച്ചയുടെ ഒരു കൂരയായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാ ആശംസകളും നൽകി സുരേഷ് ഗോപിയേട്ടൻ. ഇനി ഞാൻ മറ്റൊരു വീഡിയോ കൊടുക്കാം.
അതായത് ഒരു ഇന്റർവ്യൂവിൽ രേണു പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് കേട്ടപ്പോൾ ഒരു അഹങ്കാര വർത്തമാനം പോലെ എനിക്ക് പേഴ്സണലി ഇങ്ങനെ തോന്നി. പ്രത്യേകിച്ച് സുധിച്ചേട്ടനോടുള്ള സഹതാപമാണ് രേണുവിന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സുധിച്ചേട്ടൻ അത്രയ്ക്ക് വലിയ കലാകാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിലുണ്ടായിരുന്നു, പിന്നെ കുറച്ച് സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു മെയിൻ നടനോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തോടുള്ള ഒരു സഹതാപം രേണുവിനോട് എല്ലാ മലയാളികൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ രേണു ക്രമേണ അതിനെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു അഹങ്കാര വർത്തമാനത്തോടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം. പിന്നെ ഒരു കാര്യമുണ്ടടാ, സുധിച്ചേട്ടനെ പോലെ ഒരു വലിയൊരു കലാകാരന്റെ കൂടെ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു 5 വർഷം ചുരുങ്ങി 6 വർഷം ആയിട്ടില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും ഒക്കെ കൂടെ ജീവിച്ചതാണ്. അപ്പം എന്താ പറയാ, അഭിനയത്തെപ്പറ്റി കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും ഓരോ കാര്യങ്ങൾ എനിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുന്നു പറഞ്ഞു തരുമായിരുന്നു, ഓട്ടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അതൊക്കെ കേട്ടും അതുപോലെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം. ഇപ്പം അദ്ദേഹം എന്തായാലും എനിക്ക് നമ്മള് ഹസ്ബൻഡിനെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇപ്പം അദ്ദേഹം എന്നെ വിട്ടു പിരിഞ്ഞപ്പോ നമുക്കൊരു ദൈവതുല്യം. ഈ വീഡിയോയിൽ രേണു പറയുന്ന സുധിച്ചേട്ടന്റെ എന്തോ കഴിവൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. സുധി എന്ന് പറയുന്ന വ്യക്തി അത്രയ്ക്ക് വലിയ കലാകാരനൊന്നും അല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ ജീവിച്ചിരുന്ന സമയത്ത് അംഗീകരിക്കാത്ത ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തു, അംഗീകരിച്ചു. ആ മരണത്തിൽ ഒരുപാട് പേർക്ക് സഹതാപം തോന്നി. ആ സഹതാപം സുധിയുടെ കുടുംബത്തോടും തോന്നി. ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, ആ സഹതാപം തന്നെയാണ് സുധിയുടെ കുടുംബത്തോട് ജനങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ രേണുവിന് ഒരുപാട് മലയാളികൾ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രേണു ഇങ്ങനെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ വേഷങ്ങൾ കെട്ടുമ്പോൾ അതും പൈസയ്ക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം പറയുമ്പോൾ, നെഗറ്റീവ് കമന്റ്സ് ആണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുമ്പോഴും ജനങ്ങൾ നിങ്ങളെ വെറുക്കുകയാണ് ചെയ്യുന്നത്. വെറുപ്പ് പിടിച്ചു വയ്ക്കരുത്. ആ വെറുപ്പ് പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു പട്ടിക്കുഞ്ഞും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരും. ഇനി രേണുവിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ 1-2 ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരുമാതിരി എഡിറ്റ് ചെയ്ത് വളരെയധികം വൾഗാരിറ്റി നിറഞ്ഞ രീതിയിൽ അവരാക്കി വെക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ്, വളരെ ഒരു ബോഡി ഷെയ്മിങ് അങ്ങനത്തെ ഒരു ഘട്ടത്തിലോട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ വളരെ മോശമാണ്. അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുക, അവർക്ക് മനസ്സിലാവുന്നതുവരെ നമ്മൾ സംസാരിക്കുക. മറിച്ച് ഇങ്ങനത്തെ വൾഗാരിറ്റി നിറഞ്ഞ ഫോട്ടോസും കാര്യങ്ങളും അടിച്ചിറക്കാതിരിക്കുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം.